ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം ഫോർത്ത് സെമിസ്റ്ററിലെ കോർപ്പറേറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള എല്ലാ മൊഡ്യൂൾസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് തിയറി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ഇൻഷുറൻസ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്, ടൈപ്സ് ഓഫ് ഇൻഷുറൻസ് ആൻഡ് ലൈഫ് ഇൻഷുറൻസും ജനറൽ ഇൻഷുറൻസിൻ്റെയും ഡിഫറൻസ് പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ ലൈഫ് അഷുറൻസ് ഫണ്ട് പഠിക്കുക. സറണ്ടർ വാല്യൂ 2 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, അത് പഠിക്കുക. റീ ഇൻഷുറൻസ് പഠിക്കുക, ഡബിൾ ഇൻഷുറൻസും പഠിക്കുക. ഹു ഈസ് ഇൻഷുറർ ആൻഡ് ഇൻഷുർഡ് പഠിക്കുക. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെംനിറ്റിയും പഠിച്ചിട്ട് പോവാം. നെക്സ്റ്റ് മോഡുള്ള ക്വസ്റ്റ്യൻ ആണ് സ്ലിപ്പ് സിസ്റ്റം. സ്ലിപ്പ് സിസ്റ്റം അതിൻ്റെ അഡ്വാൻറ്റേജസും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസും സ്ലിപ്പ് സിസ്റ്റം എന്താണെന്നും കൂടെ പഠിച്ചിട്ട് പോവാം. 2 മാർക്സിനൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് NPA ആൻഡ് NBA. NPA എന്താ? നോൺ പെർഫോമിംഗ് അസറ്റ് ആൻഡ് NBA എന്ന് വെച്ചാൽ നോൺ ബാങ്കിങ് അസറ്റ് എന്നാണ്. അത് കുറച്ച് തിയറി ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് പഠിക്കുക, തിയറി ആയിട്ട് തന്നെ പഠിക്കുക. അതേപോലെ തന്നെ കാൽക്കുലേഷൻ ഓഫ് പ്രൊവിഷനിങ് പഠിക്കുക. അതൊരു പ്രോബ്ലം പഠിച്ചിട്ട് പോവുക. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ, പ്രൊവിഷൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു പ്രോബ്ലം പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിൻ്റെയും ഫോമാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ ജേണൽ എൻട്രിയും പഠിക്കുക. ക്ലോസിംഗ് റിബേറ്റിൻ്റെ കാൽക്കുലേഷനും പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ക്യാപിറ്റൽ അഡക്വസി റേഷ്യോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡേറ്ററി റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആൻഡ് ക്യാഷ് റിസർവ് പഠിച്ചിട്ട് പോവുക. വാട്ട് ഈസ് റിപ്പോ. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ തിയറി ആയിട്ട് പഠിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ സബ്ജക്റ്റ് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന പാറ്റേണുകൾ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈസി ആയിട്ട് പാസ്സാവാനും പറ്റും. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂളും ഫോർത്ത് മൊഡ്യൂളും ഫിഫ്ത്ത് മൊഡ്യൂളും ആദ്യം പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾസാണ്. അപ്പോൾ ഈ 3 മൊഡ്യൂൾസ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഇൻഷുറൻസ്. ഞാൻ ആ തിയറി ക്വസ്റ്റ്യൻസ് പറഞ്ഞായിരുന്നു, അതും കഴിഞ്ഞ് കുറച്ച് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. റവന്യൂ അക്കൗണ്ട് പഠിക്കുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പഠിക്കുക, പിന്നെ പ്രൊവിഷൻ ഫോർ അൺഎക്സ്പയർഡ് റിസ്ക് പഠിക്കുക. മൊഡ്യൂൾ 2 പഠിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കേണ്ട കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ബാങ്കിങ്, വാട്ട് ഈസ് ബാങ്കിങ് കമ്പനീസ്, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോമാറ്റും ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റും ബേസൽ നോംസും. ഇത്രയും പോർഷൻസ് നിങ്ങൾ എന്തായാലും പഠിക്കാം. മൊഡ്യൂൾ 3 പഠിക്കേണ്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ജേണൽ എൻട്രീസ് ഫോർ ക്യാപിറ്റൽ റീസ്ട്രക്ചറിങ് പഠിക്കുക, ക്യാപിറ്റൽ റിഡക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ട് പഠിക്കുക, ബാലൻസ് ഷീറ്റ് പഠിക്കുക. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക. നെക്സ്റ്റ് മൊഡ്യൂൾ 4 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ മീനിങ്ങും ഡെഫിനിഷനും പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ അമാൽഗമേഷൻ്റെ ടൈപ്സും പഠിക്കണം, ഡിഫറൻസും പഠിക്കണം. 2 ടൈപ്സ് ഓഫ് അമാൽഗമേഷനും എന്തായാലും പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പർച്ചേസ് കൺസിഡറേഷൻ. അതെന്താണെന്ന് പഠിക്കുക. പർച്ചേസ് കൺസിഡറേഷൻ എന്താണെന്ന് പഠിച്ചിട്ട് പോകണം. അതേപോലെ തന്നെ അതിൻ്റെ മെത്തേഡ്സ്, കാൽക്കുലേഷൻ മെത്തേഡ്സ് പഠിച്ചിട്ട് പോകണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെറ്റ് അസറ്റ് മെത്തേഡ് എന്താണെന്ന് പഠിക്കുക, നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡ് എന്താണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ റിയലൈസേഷൻ അക്കൗണ്ട് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു മൊഡ്യൂൾ 4 നിങ്ങൾ ഒട്ടും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, എന്തായാലും പഠിച്ചിരിക്കേണ്ട മൊഡ്യൂൾ തന്നെയാണ്. ട്രാൻസ്ഫറി കമ്പനി ആൻഡ് ട്രാൻസ്ഫറർ കമ്പനി പഠിക്കുക, ബാലൻസ് ഷീറ്റ് പഠിച്ചിട്ട് പോകണം, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും പഠിക്കണം, ജേണൽ എൻട്രീസും പഠിക്കണം. 50 മാർക്സിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ കുറച്ച് കോമൺ ആയിട്ടുള്ള ജേണൽ എൻട്രീസ് നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തേക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും പഠിക്കണം. ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ 5 പഠിക്കേണ്ട ഒരു 15 മാർക്സ് ക്വസ്റ്റ്യൻ ആണ് ലിക്വിഡേറ്റേഴ്സ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ് പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിക്വിഡേഷൻ ആൻഡ് ഇൻസോൾവൻസി പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് ലിക്വിഡേറ്ററും അതിൻ്റെ ഡ്യൂട്ടീസും പഠിക്കുക. തിയറി ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് പഠിക്കുക. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ലിക്വിഡേറ്റേഴ്സ്
റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻസ്. അതൊരു പാരഗ്രാഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുക. ചിലപ്പോൾ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് കോൺട്രിബ്യൂട്ടറി. അതേപോലെ ലിസ്റ്റ് എ കോൺട്രിബ്യൂട്ടറിയും പഠിച്ചിട്ട് പോവാം. ഫ്രോഡുലൻറ്റ് പ്രിഫറൻസ് പഠിക്കുക. ടൈപ്സ് ഓഫ് ഫൈനിങ് ആപ്പും പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഇത്രയും പോർഷൻസ് നിങ്ങൾ എന്തായാലും പഠിച്ചെന്ന് ഉറപ്പ് വരുത്തുക.